ഏപ്രിൽ മന്ത് നമുക്ക് ഭയങ്കര ഫേവറേറ്റ് മന്താണ്. ഏപ്രിൽ 25, 2025 ലിയോറ നമ്മുടെ ലൈഫിൽ വരുന്നത്. അങ്ങനെ ഞങ്ങക്ക് ഗ്യാസിന്റെ ഒരു പ്രശ്നമുണ്ട് രണ്ടുപേർക്കും. ഇത് പറയണത് 2024 സ്റ്റോറിയാണ് പറയണേട്ടാ. അപ്പൊ ആ ടൈമില് എനിക്ക് വൊമിറ്റ് ഒക്കെ ചെയ്തായിരുന്നു. ഞാൻ വിളിച്ചായിരുന്നു ഛർദിക്കണം. ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്, നീ പറഞ്ഞോ. അതല്ലടാ, എനിക്ക് ഛർദിക്കാൻ ഒരു തോന്നൽ. രാവിലെ ഉൾക്കൊള്ളൊക്കെ ടൈമിൽ ചെയ്ത് എന്താണ് ഈ ഇഷ്യൂ മനസ്സിലാവുന്നത്. ഞാൻ പോയി, ഞങ്ങൾ രണ്ടുപേരും പോയി. പോവാണല്ലോ, അപ്പൊ ഞങ്ങള് കൂടെ പോയി. രാവിലെ ഛർദിക്കാൻ മാത്രമുള്ള കഷ്ടപ്പാടില്ല. ഇന്നിപ്പോ ബാത്റൂമിൽ എത്ര പോയി ഇന്നത്തെ കാര്യമില്ല, പണ്ടത്തെ കാര്യം. അപ്പൊ മോശനൊക്കെ കളിക്കണ്ടേ. അപ്പൊ ഡോക്ടറെ ഡോക്ടറെ കണ്ടു കഴിഞ്ഞപ്പോ എൻഡോസ്കോപ്പി കൊളോസ്കോപ്പിലാണ് ഞാനിവിടെ ഹോസ്പിറ്റലിൽ പോയി. അപ്പൊ നമുക്ക് കേട്ടപ്പോ ഇത്രയും വലിയ സംഭവമൊക്കെ പറയേണ്ട ആവശ്യമുണ്ടോ എന്ന് തോന്നില്ല. ആ ഡോക്ടറിന്റെ ബ്രാൻഡാണ്. അപ്പൊ നമ്മള് സെക്കൻഡ് ഒപ്പീനിയൻ പോലെ തൃശ്ശൂര് LIT ഹോസ്പിറ്റലും കൂടി ഡോക്ടറെ കണ്ടായിരുന്നു. അപ്പൊ ആ ഡോക്ടർ എൻഡോസ്കോപ്പി കൊളോസ്കോപ്പി തന്നെ ലിയാൻസിന് സജസ്റ്റ് ചെയ്തു. എനിക്ക് ജസ്റ്റ് അൾട്രാസൗണ്ട് സ്കാനിങ് മതി, എന്നിട്ട് നോക്കിയിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ സ്കാനിങ്ങിന് കയറി. സ്കാനിങ് കുറച്ചധികം സമയം എടുത്തിട്ടാണ് പുള്ളി ചെയ്യണേ. അപ്പൊ പുള്ളി കുറെ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്, എന്നാ പീരീഡ്സ് ആയി, അത് ഇത് അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ ഇത് ചെറിയൊരു ഗ്യാസിന്റെ സ്കാനിങ്ങിന് ഇത്ര അധികം ക്വസ്റ്റ്യൻസ് അത്യാവശ്യമാണോ എനിക്ക് തോന്നി. അത് കഴിഞ്ഞ ഏറ്റവും അവസാനം പുള്ളി പറഞ്ഞു പ്രഗ്നന്റ് ആണ് കേട്ടോ. कंग्रेचुलेशंस। ना कोई जड़ी बूटी, ना दवाई, ना टैबलेट से कुदरत का करिश्मा देखो, हस्बैंड हुआ पेट से। അപ്പൊ ഞാൻ ഈശ്വര देखे 3, देखे मैक्स, देखे 4, इधर तो खिलाड़ी ने सिक्सर दिया मार। അപ്പൊ ഡോക്ടർ ചെന്ന് മാരീഡ് അല്ലേ എന്ന് ചോദിച്ചു. ഞാൻ മാരീഡ് ആണ്, ഹസ്ബൻഡ് പുറത്തുണ്ട്, പക്ഷെ നമ്മളൊരു ഗ്യാസ് ഇഷ്യൂ വന്നിട്ട് അതിന്റെ ചെക്കപ്പിന് വന്നതായിരുന്നു നമ്മൾ. പുള്ളി റിസൾട്ട് തരാൻ ഹസ്ബൻഡിനെ വേണ്ടി കണ്ട് സംസാരിക്കാൻ പറഞ്ഞു. അപ്പൊ ഞാൻ പുറത്തോട്ട് വന്നു. പുറത്തോട്ട് വലിയ കോമഡി എന്ത് ചിരിച്ചിരിക്കണം. അപ്പൊ ഞാൻ ചോദിച്ചു എന്തൊരു സംഭവം ചോദിച്ചു. അപ്പൊ എന്നിട്ട് പറഞ്ഞാൽ അത് ലില്ലിയാൻ്റെ കേസ് പറഞ്ഞു. മമ്മിയോട് ലില്ലിയാൻ്റെ വിളിച്ചിട്ട് ഇത് മിക്കവാറും ബ്രാൻഡായിട്ടുണ്ടാവും, അതുകൊണ്ടായിരിക്കും ഡോക്ടർ അങ്ങനെ അൾട്രാസൗണ്ട് സ്കാനിങ് പറഞ്ഞേന്ന് പറഞ്ഞു. പക്ഷെ അപ്പൊ തന്നെ മമ്മി അവരോട് പറഞ്ഞു, അല്ല അവർക്ക് ഗ്യാസിന്റെ ഇഷ്യൂസ് ഉണ്ട് അതുകൊണ്ടാണെന്ന്. അപ്പൊ ഗ്യാസിന്റെ ഇഷ്യൂസ് കാരണം അപ്പൊ തന്നെ മമ്മി പറഞ്ഞു. അപ്പൊ ആ പറഞ്ഞ കാര്യം ലിയാൻസ് ഭയങ്കര കോമഡിയോട് പറയാം. അപ്പൊ ഞാൻ പറഞ്ഞു, ലില്ലിയാൻക്ക് പറഞ്ഞത് സത്യമാണ്, പ്രഗ്നന്റ് ആണെന്ന് പറഞ്ഞത്. അപ്പൊ ലിയാൻസ് പറ്റിക്കാൻ പറഞ്ഞാന്ന് വെച്ചിട്ട് ലിയാൻസിന് ഇരിക്കുക. അപ്പൊ ഞാനിത് എപ്പോ സംഭവിച്ചു ഇതില് റിസൾട്ടിന് വെയിറ്റ് ചെയ്ത് ഇരിക്കുകയാണ് ചെയ്തത്. അപ്പൊ അന്ന് അതൊന്നും ലിയാൻസിന്റെ എക്സ്പ്രഷനോ അതൊന്നും വീഡിയോ എടുക്കാനൊന്നും തോന്നിയില്ല. ആക്ച്വലി ചിരിച്ചിട്ടാണ് സംസാരിച്ചത്. അപ്പൊ തന്നെ ലിയാൻസൺ വീട്ടിലേക്ക് വിളിച്ച് പറഞ്ഞു, ഞാനും വീട്ടിലോട്ട് പറഞ്ഞു. അപ്പൊ പറഞ്ഞില്ല, നമ്മൾ കുറച്ചുകൂടി ഡോക്ടറോട് സംസാരിച്ചിട്ട് അന്ന് ഉണ്ടായ മുതലത് ആള് ചെറുതാണെങ്കിലും ബോഡി അറിഞ്ഞോളില്ല. അന്ന് കാരിങ് ആന്ന് അറിഞ്ഞു. നമ്മളത് ഭയങ്കര നേരത്തെയാണ് അറിഞ്ഞത്, കാരണം ആ സ്കാനിങ് ചെയ്ത കാരണം. എന്നിട്ട് ഈ സ്കാനിങ് റിപ്പോർട്ട് കൊണ്ട് ഡോക്ടറെ അടുത്ത് ചെന്നപ്പോ ഭയങ്കര കോമഡി ആയിരുന്നു. സ്കാനിങ് റിപ്പോർട്ട് കൊണ്ട് ഡോക്ടറെ അടുത്ത് പോയപ്പോഴായിരുന്നു അതിലും കോമഡി. ആദ്യമായിട്ടാണ് ഹസ്ബൻഡ് വൊമിറ്റ് ചെയ്ത് വന്നിട്ട് വൈഫ് പ്രഗ്നന്റ് ആയ സിറ്റുവേഷൻ അവര് ഫേസ് ചെയ്യാം. सबके साथ पेट के अंदर मस्ती करना ये है अद्भुत बात। അത് കാരണം അവിടെ പറഞ്ഞു, ഡോക്ടർ പറഞ്ഞു ഇനിയിപ്പോ എന്തായാലും കുറച്ച് നാള് കഴിഞ്ഞപ്പോ ഞങ്ങൾ നീ ഇപ്പൊ ഒന്നും ചെയ്യാൻ. അപ്പൊ അന്ന് തൊട്ടാണ് ഞങ്ങളെ പ്രഗ്നൻസി ചെയ്യണത്. അങ്ങനെ എക്സൈറ്റഡ് ആയിരുന്നു. ഓൾറെഡി നമ്മൾ പ്ലാൻ ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായി, ബോഡി ഒന്ന് സെറ്റ് ചെയ്തിട്ട് അങ്ങനെ മനസ്സിലാക്കുന്നത് ഒന്ന് പ്ലാൻ ചെയ്ത് തുടങ്ങുമ്പോൾ നമ്മളൊന്ന് ബോഡി സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ജിമ്മിൽ ജോയിൻ ചെയ്തു, ഡയറ്റ് നോക്കി. രാജു, നിന്റെ കൈക്ക് എന്ത് പറ്റി? അച്ഛന് വല്ല കുരുണ്ടോ?
ഞാൻ ജിംനേഷ്യത്തിൽ ചേർന്ന അമ്മായി. ഇന്ന് മുതൽ ഞാൻ ജിംനാസ്റ്റിക് രാജുവാണ്. കാരണം ഒന്നും കൂടി ഇല്ല അതൊക്കെ നോക്കിയിട്ട് ആവാമെന്ന് വിചാരിച്ച് ഞങ്ങള് ഗോവയും ബാംഗ്ലൂരൊക്കെ പോയപ്പോ പബ്ബുകൾ തപ്പി പിടിച്ച് മോളടിയൊക്കെ ചെയ്ത് അതൊക്കെ കഴിഞ്ഞ് ഈ ട്രിപ്പ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കറക്റ്റായിട്ട് ജിം ജോയിൻ ചെയ്യുന്നു, വർക്കൗട്ട് സ്റ്റാർട്ട് ആക്കുന്നു, പ്രോപ്പറായിട്ടുള്ള ഫുഡ് ഡയറ്റ്സ് എല്ലാം നോക്കിയതിന് ശേഷം മാത്രം തുടങ്ങാന്ന് വിചാരിച്ചായിരുന്നു. പക്ഷെ അതിന് മുന്നേ തന്നെ പ്ലാൻ ചെയ്തു, സംഭവം സെറ്റായിട്ട്. അങ്ങനെയാണ് ഞങ്ങളുടെ പ്രഗ്നൻസി റിവ്യൂയിങ്. അന്ന് നമ്മൾ ബിരിയാണി കാണിച്ചൂലെ, ബിരിയാണി കാണിച്ചു. ഇപ്പൊ ശരി. കരയാൻ പോകും. ബിരിയാണി എന്തായാലും സന്തോഷം സംഭവിക്കാനായിട്ട് ബിരിയാണി കാണിച്ചിട്ടുണ്ടല്ലോ. പിന്നെ അപ്പോഴേക്കും എനിക്ക് ഇങ്ങനെ ഛർദ്ദിക്കാൻ വരവ്, അങ്ങനെ ഫുഡ് കഴിക്കാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. വലിയ പ്രശ്നം അങ്ങനെ ഉണ്ടായിരുന്നില്ല. മറ്റേ കുറെ ചിലവർ പറയാറുണ്ട് ഭയങ്കര ഇഷ്യൂസ് ഉണ്ടാവുന്നു, പക്ഷെ അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും ഇവിടെ അങ്ങനെ ഫേസ് ചെയ്തിട്ടില്ല. ഹോസ്റ്റലിൽ നിന്നിരുന്നു ഞാൻ. അപ്പൊ ഫുഡ് ഭയങ്കര അവസ്ഥയായിരുന്നു. ഞാൻ ചോദിച്ചു ഫുഡ് എനിക്ക് പറ്റാഞ്ഞിട്ടാണ് എനിക്ക് ഛർദ്ദിക്കാൻ വരുന്നത്. ഞാൻ ടെസ്റ്റ് ചെയ്തപ്പോൾ മനസ്സിലായിട്ടില്ല. നമ്മുടെ ജിം ഡിസ്കണ്ടിന്യൂ ചെയ്തു. പിന്നെ വർക്ക് ഫ്രം ഹോം കിട്ടിയായിരുന്നു. അപ്പൊ അതുകൊണ്ട് നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ സമാധാനത്തിൽ ഭക്ഷണം കഴിക്കാൻ പറ്റി. പിന്നെ എനിക്ക് ഉണ്ടായിരുന്ന ഒരു ഇഷ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ 3rd മന്തിന്റെ സ്കാനിങ് അത് കഴിഞ്ഞപ്പോ ലോ ലൈൻ ക്ലാസിന്റെ ആണെന്ന് പറഞ്ഞു. ഇടയില് ദുബായിൽ പോവാൻ വേണ്ടി നമ്മള് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നതായിരുന്നു. ട്രിപ്പ് പ്ലാൻ ചെയ്ത് ടിക്കറ്റും വിസ എല്ലാം എടുത്തു. ആ ഡോക്ടർ പറഞ്ഞു കുഴപ്പമില്ല പോവാൻ ഫ്ലൈ ചെയ്യാന്ന് പറഞ്ഞു 3 months കഴിഞ്ഞു. അങ്ങനെ ലാസ്റ്റ് മൊമെന്റില് പോണതിന്റെ സ്കാൻ ചെയ്തു. ഡോക്ടർ പോവാൻ പറ്റില്ല. അത് അന്ന് റിപ്പോർട്ടിലെ ലോ ലൈൻ ക്ലാസിന്റെ ആയിരുന്നു. അപ്പൊ ട്രാവൽ ചെയ്യണത് ഭയങ്കര പ്രശ്നമാണ്. ഫ്ലൈറ്റ് ചാർജും അതുപോലെ തന്നെ വിസ ചാർജ് എല്ലാം പോയി. പക്ഷെ ഒരുമിച്ച് പോവാണെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു ദുബായിലോട്ട്. കാരണം ദുബായിലാണ് ലിയാൻസ് മുന്നേ വർക്ക് ചെയ്തിരുന്നത്. അപ്പൊ അതിന് ശേഷം നാട്ടിലേക്ക് വന്നതിന് ശേഷം എത്ര 5 years ശേഷം തിരിച്ചൊന്ന് പോണതായിരുന്നു. അപ്പൊ ഒരുമിച്ച് പോയിട്ട് സ്ഥലങ്ങളൊക്കെ കാണാൻ മുന്നേ സ്റ്റേ ചെയ്തിരുന്നതൊക്കെ